നമ്മുടെ ആളുകളുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. ഈ ഗുരുവിന് എന്തുപറ്റി? നമ്മുടെ നേതൃത്വത്തിന് എന്തുപറ്റി? നമുക്ക് 7 ശാഖ കമ്മിറ്റിയും അംഗങ്ങളുമുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ടു പോകേണ്ടത്. അത് ശാഖ കമ്മിറ്റിയുടെ ചുമതലയാണ്. 6 മാസത്തോളം ഇതിൽ നിന്ന് പുറത്താക്കിയവരെക്കുറിച്ചായിരുന്നു നമ്മുടെ കമ്മിറ്റികളിൽ ചർച്ച. അവർ നമ്മുടെ കമ്മിറ്റികളിൽ വളരെയധികം പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആയത്ത് എടുക്കുന്നത്. പരിഹസിക്കുന്നവൻ തിരിച്ചു പരിഹസിക്കപ്പെടും. ചരിത്രത്തിൽ ഇല്ലാത്ത പരിഹാസങ്ങളാണ് നേതൃത്വത്തിനെക്കുറിച്ച് ആളുകൾ പറയുന്നത്. നമ്മൾ അവരെ പരിഹസിച്ചതുകൊണ്ടാണോ നമ്മൾ പരിഹസിക്കപ്പെടുന്നത്? അതോ നമ്മുടെ ഇടയിലുള്ള പെങ്ങന്മാർ വളരെയധികം വിഷമത്തോടെ കഴിയുന്നത് ഈ പ്രശ്നങ്ങൾ തീരാത്തതുകൊണ്ടാണ്? എന്തുകൊണ്ട് നേതൃത്വത്തിന് ഇതെല്ലാം തീർക്കാൻ സാധിക്കുന്നില്ല? യഥാർത്ഥത്തിൽ വളരെ കരുണാനിധിയായ ഗുരു ഈ സമയത്ത് എന്തുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കുന്നില്ല? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇതിനെക്കുറിച്ച് കമ്മിറ്റികളിൽ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? നമ്മുടെ സത്യസന്ധത നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ? കാര്യങ്ങൾ ഇനിയെങ്കിലും കുറച്ചുകൂടി സുതാര്യമാക്കേണ്ടതുണ്ട്. നമ്മുടെ ഹാജറിന്റെ കണക്ക് മാത്രം അവതരിപ്പിച്ചാൽ പോരാ. സക്കാത്തിന്റെ കണക്ക്, ബിൽഡിംഗ് കണക്ക്, മറ്റെല്ലാ കണക്കുകളും, മുൻകാല കണക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ അവതരിപ്പിക്കേണ്ടത് അല്ലേ?